സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായും സംസാരിക്കുന്ന ലാംഗ്വേജുകളുടെ ദ്രാവിഡിയൻ ലാംഗ്വേജ് എന്നാണ് പറയപ്പെടുക. അത് തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത സ്ട്രക്ചറാണ്. ഇപ്പോൾ നമുക്കൊരു വേർഡിൻ്റെ അറ്റത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അതൊരു വേറെ ഗ്രാമറാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പോയി എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്റ് ടെൻസും, പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ ടെൻസുമായി മാറും. പിന്നെ ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് എന്നുള്ള ഓർഡറിലാണ്. ഇംഗ്ലീഷിൽ അത് വരുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആണ് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയും ഞാൻ ഭക്ഷണം കഴിച്ചു. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ഈറ്റ് ഫുഡ് എന്നല്ലേ പറയാം. അപ്പോൾ ആ ഒരു ഓർഡർ ഡിഫറൻസ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മലയാളത്തിൽ അത് ഇപ്പോൾ ബെഡിൽ, ഇൻ ദ ബെഡ് അല്ലെങ്കിൽ ഓൺ ദ ബെഡ് എന്ന് പറയും. അത് മലയാളത്തിൽ വരുമ്പോൾ ബെഡിൽ എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ സഫിക്സസ് ലാസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരം ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉള്ള ലാംഗ്വേജുകളാണ് ദ്രവീഡിയൻ ലാംഗ്വേജസ്. ഇന്ന് എ ഐയുടെ ഈ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഈ സ്റ്റേജിൽ ഈ മലയാള ഭാഷ പോലെയുള്ള ദ്രാവിഡ ഭാഷകളിൽ അവയിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് അതനുസരിച്ച് റെസ്പോൺസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ ഒരു വാക്കിൻ്റെ അവസാനം ചേർക്കുന്ന ഒരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മാറുകയാണ്. പോയി എന്ന് പറയുന്നതും പോവുകയാണ് അല്ലെങ്കിൽ പോകും എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം പൂർണ്ണമായും മാറുമ്പോൾ ഒരു ഡാറ്റാ സെറ്റ് മാത്രം വായിച്ച് പഠിക്കുന്ന ഈ ഈ മെഷീൻ ലേണിംഗ് എന്ന് നമ്മൾ പറയുന്ന ഈ ടെക്നോളജിക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഒരു ഭാഷാ വിദഗ്ധൻ്റെ സഹായം ആവശ്യമാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ മലയാളത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. പിന്നെ പൈത്തൺ, ജാവ പോലെയുള്ള കോഡിംഗ് ആണ് നമ്മളെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് മെയിനായിട്ട് അറിയുക. അവർക്കിപ്പോൾ ഒരു ഭാഷയുടെ പൂർണ്ണമായ തോതിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം അവർ ടെക്നോളജിക്കലാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഒരു സന്ധി, സമാസം, പിരിച്ചെഴുതുക, കൂട്ടിയെഴുതുക, പര്യായം, പല രീതിയിലുള്ള ഒരു വേർഡിന് തന്നെ പല രീതിയിലുള്ള പര്യായ പദങ്ങൾ, ഇതൊന്നും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഭാഷയിലുള്ള എല്ലാ ഡീറ്റെയിൽസും, വ്യാകരണം മുതൽ എല്ലാ രീതിയിലുമുള്ള ഒരു പഠനം ആർജിച്ചെടുത്ത ഒരു വ്യക്തിക്ക് അതൊരു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറുകയാണ്. പിന്നെ പണ്ട് എന്ന് പറഞ്ഞാൽ മലയാളം ബിരുദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു അക്സെപ്റ്റഡ് ആയിരുന്നില്ല. കാരണം എല്ലാവരും ഒരു പുച്ഛത്തോടെ ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് എ ഐ സേവനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വിഷൻ, അല്ലേ? ഇപ്പോൾ കേരളത്തിൻ്റെ പലതരത്തിലുള്ള മേഖലകളിലും ഫാർമേഴ്സിനും അതേപോലെ എല്ലാ താഴെ തട്ടുകളിലേക്ക് എത്തണമെങ്കിൽ അത് മാതൃഭാഷയിൽ വളരെ ഹ്യൂമനൈസ്ഡ് ആയിട്ട് ഏറ്റവും സിമ്പിൾ മലയാളം വരെ സംസാരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ തൃശ്ശൂർ, മലപ്പുറം അവിടെയൊക്കെ പോകുമ്പോൾ സ്ലാങ് വ്യത്യാസമാണ്. ആ സ്ലാങ് അനുസരിച്ച് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണം. ആ കമ്മ്യൂണിക്കേഷൻ മാറ്റം വരണമെങ്കിൽ അതിന് ഒരു ഭാഷ ലാംഗ്വേജിനെ കുറിച്ച് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആൾക്കാർ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മലയാള ബിരുദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഷയെയും ഈ ടെക്നോളജിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിംഗ്വിസ്റ്റിക് ബ്രിഡ്ജ് ആണ് നമ്മുടെ ഇനി വരുന്ന മലയാള ഭാഷാ ബിരുദധാരികൾ. അവരെ ലിംഗ്വിസ്റ്റിക് ആർക്കിടെക്റ്റുകൾ എന്നാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഭാഷയിൽ നന്നായിട്ട് വൈദഗ്ധ്യമുള്ള ഗ്രാജുവേറ്റ് ആയിക്കോളണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ എ ഐ മേഖലയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടതൊരു ടെക്നിക്കൽ ഫ്ലുവൻസി വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പൈത്തൺ പോലെയുള്ള പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് അറിയണം. പിന്നെ എങ്ങനെയാണ് എ പി ഐസ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമ്മൾ എ ഐ ടൂൾസിൻ്റെ എ പി ഐസ് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ള ബേസിക്സും കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ പ്രോംപ്റ്റ് ഡിസൈൻ ചെയ്യണം. പ്രോംപ്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ പല ഇതുണ്ടല്ലോ, പല പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പല തട്ടുകളുണ്ട്. ഇപ്പോൾ റോളായി കൊടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സിസ്റ്റം പ്രോംപ്റ്റുകൾ, ഇപ്പോൾ ചെയിൻ ഓഫ് തോട്ട്, അങ്ങനത്തെ കുറേ ബേസിക് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ഉണ്ട്. അങ്ങനത്തെ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പിന്നെ നമുക്കൊരു പ്രത്യേക ഡൊമൈൻ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഹെൽത്ത് കെയറോ അല്ലെങ്കിൽ ഒരു ബാങ്കിങ്ങോ അങ്ങനത്തെ ആ മേഖലയിലായിട്ട് ആ ഒരു ഡൊമൈൻ നന്നായിട്ട് പഠിച്ചതിന് ശേഷം അതിൽ എങ്ങനെ ഐയുടെ ഉപയോഗം വരുത്തുന്നത് എന്നുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ഒരു എക്സ്പെർട്ട് നോളജ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ഇപ്പോൾ ചോദിക്കുന്നില്ല. കാരണം ഈ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് ഒഴിവുകളുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മലയാളം ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ മലയാളം നന്നായി അറിയുന്ന മറ്റ് ഗ്രാജുവേറ്റ്സിനോ ഇപ്പോൾ എ ഐയുടെ ഈ
പുതിയ ഈ അഡ്വാൻസ്മെൻറ്റ് മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊഴിലവസരങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ പ്രധാനമായും ഇതിൻ്റെ സാലറി വരുന്നത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് 6 LPA ആണ് ജൂനിയറിനെങ്കിൽ, AI പ്രോംപ്റ്റ് ആർക്കിടെക്റ്റ് ഈ നോളജ് എല്ലാം ഉള്ള ഒരു പ്രോംപ്റ്റ് ആർക്കിടെക്റ്റിന് വരുന്നത് 6 to 12 ലാക്കാണ്. 6 മിനിമം ആണ്.